പ്രിയ കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. ഇതാണ് കൂട്ടുകാരെ ഷാപ്പുകളിൽ നിന്ന് കിട്ടുന്ന വരാല് കറി. നല്ല ടേസ്റ്റോടും എരിയോടും കൂടി ഒക്കെ കിട്ടുന്ന വരാല് കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഹലോ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ കൂടിട്ടത്തിൽ നമുക്കൊരു ചെറുമീനെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചെറുമീനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് അതിനെ കറി വെക്കുകയാണ്. കൂടാതെ ഒരു ചെറിയ കാരി, 1-2 ഗൗരാമി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വരാലിനെ ചെറുമീനെ കറി വെക്കുന്ന വീഡിയോ ആണെന്ന്. ബാക്കി കാരിയും ആ ഗൗരാമിയെ നമുക്ക് വറക്കാം. അപ്പം കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. എൻ്റെ നാട്ടിൽ, അതായത് മധ്യ തിരുവിതാംകൂറിലെല്ലാം ഈ മീൻ തൊലി ഇരിക്കുകയാണ് ചെയ്യുന്നത്. വരാലും ചെറുമീനും ഒക്കെ തൊലി ഇരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ ചെതുമ്പൽ കളഞ്ഞിട്ട് കല്ലിലിട്ട് തേച്ച് എടുക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാം തൊലി ഇരിക്കുകയാണ്. നമുക്കപ്പോൾ തൊലിയൊക്കെ ഇരിച്ച് തലയെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. അതിന് ശേഷം കാണാം കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അറിയാൻ പറഞ്ഞിരുന്നത് നമ്മൾ ആ കാരിയെ വറക്കുകയാണ്. കാരിയെ ആ ഗൗരാമിയെ വറക്കുകയാണ്. പക്ഷെ അതിന് അത്രയും കൊണ്ട് നമുക്ക് വറക്കാൻ പറ്റത്തില്ല. നമ്മളത് ആ കാരിയെ ഗൗരാമിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്. അതിനു വേണ്ടി മാത്രം നമുക്ക് ഇഷ്ടമുള്ള രീതി, നമ്മുടെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യും. കടകളിലൊക്കെ ഇതിന് ഒരു കഷ്ണത്തിന് 40-50 രൂപയൊക്കെയാണ് കൂട്ടുകാർ മേടിക്കുന്നത്. നമ്മൾ തലയൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുത്ത് നല്ലപോലെ കല്ലിലിട്ട് ഉറച്ചതാണ്. നമ്മൾ കല്ലുപ്പിട്ടത് തേച്ച് കഴുകിയിട്ടുണ്ട്. കാരിയെ കൂടെ കട്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യമുള്ളൂ. ഗൗരാമി ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ കഴുകി എടുത്തുകൊണ്ട് വരണം. നമുക്കൊന്നുകൂടെ അത് കഴുകി എടുത്തുകൊണ്ട് വരാം. കൂട്ടുകാരെ, നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ: ഒരു 10 അല്ലി ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അത് നമ്മൾ കൊത്തിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 അല്ലി വെളുത്തുള്ളി, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി നമ്മളെടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, അത് കീറി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പുറകാലെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാർ കാണുക. പ്രിയമുള്ളവരെ, നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു മൺചട്ടി എടുത്ത് വെച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ടീസ്പൂണും ടേബിൾ സ്പൂണും കൂട്ടുകാർക്ക് മാറിപ്പോകരുത്. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവാണ് കറിയുടെ രുചി കൂട്ടുന്നത്. നമ്മൾ 1/2 ടീസ്പൂണാണ് കടുക് ചേർത്തതെങ്കിൽ 1/4 ടീസ്പൂണ് ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചെറുതായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയും കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് വാടി വരുന്നോളം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഗ്യാസിൽ തീ ഇട്ട് കൊടുക്കുന്നവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിറകടുപ്പിലായതുകൊണ്ട് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കുക. ഒപ്പം അതിനുശേഷം നമ്മൾ ആ ഉള്ളിയും സവാളയും, ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ആ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഉള്ളിയും
സവാളയും എല്ലാം വരുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കുക. കൂട്ടുകാർ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു ടേബിൾ സ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ എരിക്ക് വേണ്ടി സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. കുരുമുളക് പൊടി ഈ മീന് അത്യാവശ്യമുള്ളൊരു ഘടകമാണ്. ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് കുരുമുളക് പൊടിയാണ്. എല്ലാം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ആ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് വാർത്തെടുക്കുക. കരിഞ്ഞു പോകരുത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. പച്ചമണം മാറണം വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകണേ കൂട്ടുകാരെ. അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി 3 അല്ലി പുളിയാണ്, അതായത് തോട്ടുപുളി ആണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പുളി അത് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കുക. പുളി അധികമാണെങ്കിൽ നമുക്കതിൽ നിന്ന് നീക്കം ചെയ്യാം. ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വെള്ളം ഒഴിച്ച്, അതായത് മീൻ വേഗത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. നമ്മുടെ കൈവശമുള്ള മീനിൻ്റെ അളവിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഉപ്പ് എല്ലാം തിളച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കാം. പുളി വേണമെങ്കിൽ പുളിയും ഉപ്പും പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അടച്ചു വെച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കത് തിളച്ചു നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കുക. അപ്പം ഉപ്പും പുളിയൊക്കെ ചെറുതായിട്ട് പിടിച്ച് കാണും. ഉപ്പൊക്കെ ഏകദേശം ഓക്കെയാണ്. നമുക്കിനി ഇത് ഇട്ട് കൊടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇട്ട് കൊടുക്കുക. നമ്മളാ കാരിയെ യുവരാമിയും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. കാരണം അതിനെ മാത്രമായിട്ട് വറക്കാനായിട്ട് പറ്റുന്നില്ല, ചെറുതാ അങ്ങനെയില്ല. നമ്മുടെ തല ഇവിടെ വിളയിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കുക. ഇതോടൊപ്പം തന്നെ കൂട്ടുകാരെ ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം. ഇതിപ്പം വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്കൊന്ന് എടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. മീനൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. വളരെ പുളി അല്പം കൂടുതലാണ്. നമുക്ക് അതിനകത്ത് 1-2 പുളി എടുക്കാം. എരിയൊക്കെ നല്ല എരിയാണ്. കാരണം നമ്മൾ ആ കുരുമുളകൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല എരിയാണ്. ബാക്കി പുളിയൊക്കെ കിടക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ നടത്തി വെച്ച് ഒന്നുകൂടെ ഒന്ന് പറ്റിക്കിട്ടട്ടെ. നമുക്കത് ഒന്നുകൂടി ഒന്ന് തുറന്നു നോക്കാം.
നമ്മുടെ മീൻകറി അങ്ങനെ വെള്ളമെല്ലാം പറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ, ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമുക്കതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് ചുറ്റിച്ച് കൊടുക്കുന്നത്. നമുക്കൊരു അലങ്കാരത്തിനായിട്ടൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സതീർഥ വില്ലേജ് കിച്ചൻ്റെ നന്ദി, നമസ്കാരം.